ശ്രീ സന്ദീപ് വാര്യർ, ഇപ്പോൾ ഈ അറസ്റ്റ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഇനിയും അറസ്റ്റ് ഉണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പിക്കാൻ വയ്യ. ഏതായാലും SIT വളരെ നിർണായകമായ നടപടികളിലേക്ക് കടന്നിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോഴാണിത്. നിങ്ങൾക്ക് രാഷ്ട്രീയമായി ഗുണം ചെയ്യുമോ ശ്രീ സന്ദീപ് വാര്യർ? അല്ല സ്മൃതി, ശബരിമലയിലെ വിഷയം ഒരു രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ടുള്ള വിഷയമല്ല, മറിച്ച് കോടിക്കണക്കിന് വരുന്ന അയ്യപ്പ വിശ്വാസികളുടെ ഒരു ഹൃദയവികാരം ഏറ്റെടുത്തുകൊണ്ട് ആ വലിയ മനപ്രയാസം ഏറ്റെടുത്തുകൊണ്ടാണ് UDF ഇക്കാര്യത്തിൽ പ്രക്ഷോഭ രംഗത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത്. ഈ വിഷയത്തിൽ തന്നെയാണ് സമരം ചെയ്ത് ഞാൻ 10 ദിവസം ജയിലിൽ പോയത്. അതുകൊണ്ട് ഇത് ഒരു തരത്തിലും രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാനുള്ള ഒരു വിഷയമേ അല്ല, മറിച്ച് കോടിക്കണക്കിന് വരുന്ന അയ്യപ്പ വിശ്വാസികളുടെ വികാരങ്ങളെ സംരക്ഷിക്കുക, ശബരിമലയിലെ സ്വർണം അടക്കമുള്ള സ്വത്തുവകകൾ സംരക്ഷിക്കുക എന്നുള്ള ഒരു വലിയ ബാധ്യത പൊതുപ്രവർത്തകർക്കുണ്ട്. ഇവിടെ ശ്രീ ഗോപൻ പറഞ്ഞ ചില കാര്യങ്ങളില്ല. അദ്ദേഹം പറഞ്ഞത് ലോജിക്ക് അനുസരിച്ച് പത്മകുമാർ ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവുന്ന. ഇവരുടെ ലോജിക്ക് കുറച്ച് ദിവസം മുമ്പ് എന്തായിരുന്നു? ഈ ലോജിക്ക് അനുസരിച്ച് വാസു നിരപരാധിയായിരുന്നില്ലേ? കടകംപള്ളി സുരേന്ദ്രൻ വാസുവിന് സർട്ടിഫിക്കറ്റ് കൊടുത്താലേ പത്മകുമാർ പ്രതിയെ ആവില്ലായിരുന്നല്ലോ. ഇതെല്ലാം ഇവരുടെ ലോജിക്ക് അനുസരിച്ച് ദേവസ്വം ഓഫീസർമാർ ഒതുങ്ങി നിൽക്കുമായിരുന്നല്ലോ. അതിന് മുമ്പുള്ള ലോജിക്ക് അനുസരിച്ച് ഉണ്ണീഷ്ണം പൊറ്റി നിരപരാധിയായിരുന്നല്ലോ. ആ ലോജിക്ക് അനുസരിച്ച് ദേവസ്വം വിജിലൻസും പോലീസും ഒന്നും കേസ് പോലും എടുക്കാൻ തയ്യാറായില്ലല്ലോ. അപ്പോൾ ഇവരുടെ ലോജിക്ക് എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയെങ്കിലും CPM-നെ ഇതിൽ നിന്ന് രക്ഷിച്ചെടുക്കുക, CPM നേതൃത്വത്തിൽ നിന്ന് രക്ഷിച്ചെടുക്കുക എന്നുള്ള ലോജിക്ക് അനുസരിച്ചാണ് അവർ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ജനങ്ങളുടെ മുന്നിൽ ഇപ്പോൾ അയ്യപ്പൻ്റെ ഒരു ലോജിക്കുണ്ട്. ആ ലോജിക്ക് പ്രവർത്തിച്ചിട്ടുണ്ട്. അത് നിങ്ങളിലെ മോഷ്ടാക്കളെ തുറന്നു കാണിച്ചിരിക്കുകയാണ്. നിങ്ങൾക്കിടയിലെ മോഷ്ടാക്കളെ അയ്യപ്പൻ്റെ ലോജിക്ക് തുറന്നു കാണിച്ചിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് രക്ഷയില്ല. ഈ മണ്ഡലകാലത്ത് നിങ്ങളുടെ നേതാക്കൾ ജയിലിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് പറയാൻ ന്യായീകരണങ്ങളോ അയച്ചു തരാൻ ക്യാപ്സ്യൂളുകളോ ഇന്ന് AKG സെൻറ്ററിൽ ഇല്ല എന്നുള്ളതാണ് വസ്തുത. കാരണം നിങ്ങൾ ശബരിമലയിൽ നടത്തിയിട്ടുള്ള അങ്ങേയറ്റത്തെ കൊടിയ ക്രൂരത, ശബരിമലയോട് ചെയ്ത ക്രൂരത, ഇത് ജനങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ തുറന്നു കാട്ടപ്പെട്ടിരിക്കുകയാണ്. ഇനി ഇതിലെന്ത് ന്യായീകരണമാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങളെ നേതാക്കൾ ഒന്നിനു പുറകെ ഒന്നായി ജയിലിലേക്ക് ഘോഷയാത്രയായിട്ട് പോകുന്നു. ഇനിയുള്ളത് കടകംപള്ളിയുടെ ഊഴാണ്. അടുത്ത വിക്കറ്റ് തെറിക്കേണ്ടത് കടകംപള്ളിയുടേതാണ്. ഒരു തർക്ക കാര്യത്തിൽ വേണ്ട, അങ്ങോട്ട് അന്വേഷണം പോകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അവിടെ അന്വേഷണം പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും CPM സംരക്ഷണ കവചം ഒരുക്കും എന്നതിൽ ഞങ്ങൾക്ക് തർക്കമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇക്കാര്യത്തിൽ ഒരു ഉന്നതമായിട്ടുള്ള ഏജൻസിയുടെ ഇടപെടൽ ഞങ്ങൾ ആവശ്യപ്പെട്ടത്. ഇവിടെ എന്തുകൊണ്ടാണ് അന്വേഷണം ഇത്രയുമെങ്കിലും എത്തിയത്? അത് ഹൈക്കോടതിയുടെ മേൽനോട്ടമുള്ളത് കൊണ്ടാണല്ലോ. ഹൈക്കോടതിയിൽ ഇത് ആദ്യഘട്ടത്തിൽ ദേവസ്വം വിജിലൻസും അതുപോലെ പോലീസും ഒക്കെ പോയ സമയത്ത് അതിൽ തൃപ്തി വരാതെയാണല്ലോ അന്വേഷണം ഇങ്ങോട്ട് പോയത്. അല്ലാതെ ഇവർ പിണറായി വിജയൻ്റെ സർക്കാർ പോയിട്ട് എന്നാൽ പിന്നെ ഹൈക്കോടതി മേൽനോട്ടത്തിൽ അന്വേഷിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ടല്ല ഈ അന്വേഷണം ഉണ്ടായത്. ഇവിടെ ഇവർ ശ്രമിച്ചത് മുഴുവൻ ഇത് അട്ടിമറിക്കാനായിരുന്നു. ഓരോ ദിവസവും കടകംപള്ളി സുരേന്ദ്രൻ അന്വേഷണ ഏജൻസികൾക്ക് ഡിക്റ്റേറ്റ് ചെയ്ത് കൊടുക്കുകയായിരുന്നു. ആരെ അറസ്റ്റ് ചെയ്യണം, ആരെ ചോദ്യം ചെയ്യണം. അതൊന്നും നടക്കാതെ പോയത് കടുത്ത സമ്മർദ്ദത്തിനൊടുവിലാണ് ഇപ്പോൾ SITക്ക് അറസ്റ്റിലേക്ക് നീങ്ങുന്നത്. Debate with Smriti Parathikkad.